എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മലയാളി ഹോം മേക്കറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു താറാവ് റോസ്റ്റാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു താറാവ് റോസ്റ്റാണിത്. ക്രിസ്മസിനൊക്കെ അപ്പത്തിൻ്റെയോ അല്ലെങ്കിൽ ചോറിൻ്റെയോ ഒക്കെ കൂടെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. അപ്പോൾ നമുക്കിന്ന് ഈ താറാവ് റോസ്റ്റ് എങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ സവാള വേണം, 2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്, പച്ചമുളക് 2 പച്ചമുളക് നീളത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, തക്കാളി 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, അതും ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിപ്പൊടി വേണം, 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്, താറാവിറച്ചി നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതൊരു 1/2 കിലോ താറാവിറച്ചിയുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് അതിലേക്ക് ഒരു പാത്രം വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് എപ്പോഴും നാടൻ വിഭവങ്ങളൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 വലിയ പച്ചമുളക് നടുവേ കീറിയിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ സവാളയുടെ കൂട്ടത്തിൽ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഞാനത് ആദ്യം പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. അപ്പോൾ ഉപ്പ് ചേർത്താൽ സവാള എളുപ്പത്തിൽ വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാളയൊക്കെ ഏതാണ്ട് നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറാവണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള വേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഈ തക്കാളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി അത് നന്നായിട്ട് വേവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കൂട്ട് സൈഡിലേക്കൊന്ന് നീക്കി കൊടുത്തിട്ട് നടുക്ക് വെളിച്ചെണ്ണ വരുന്ന രീതിയിലാക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ മസാലയും കൂടി എടുത്തിട്ട് മുളക് പൊടിയും മസാലപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ പേസ്റ്റ് നമ്മുടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി എളുപ്പത്തിൽ വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തക്കാളിയൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നടുക്ക് ഈ മസാല ഇട്ട് കൊടുത്തത്. അപ്പോൾ മസാലകൾ എപ്പോഴും പേസ്റ്റായിട്ട് അല്ലെങ്കിൽ പൊടികളൊക്കെ എപ്പോഴും പേസ്റ്റായിട്ട് ചേർക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. നമ്മൾ വെറുതെ പൊടിയായിട്ട് ഇടുന്നതിനേക്കാളും കുറച്ച് വെള്ളത്തിൽ നനച്ച് ചേർക്കുന്നത് എപ്പോഴും കറികൾക്ക് നല്ലതാണ്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് താറാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത താറാവാണിത്. താറാവ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാലകളൊക്കെ താറാവിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ വേണം നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഈ സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. താറാവിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ താറാവിൻ്റെ വെള്ളമൊക്കെ അതാ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്, കണ്ടോ. പിന്നെ താറാവിൻ്റെ ആ ഒരു നെയ്യൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഇങ്ങനെ നമ്മൾ പകുതി ചൂടിൽ കിടക്കുന്ന കറികളിലേക്ക് എപ്പോഴും ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിനി ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, നമ്മളിത് റോസ്റ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ താറാവ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ക്രിസ്മസിനൊക്കെ രാവിലെ അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയണം.
ഇപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം പറയണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോൻ്റെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ വരും, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനോടുകൂടെ ഒരു ബെല്ലൈക്കണും ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്ക് ടാറ്റാ, ബൈ ബൈ.